ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഒരു സുപ്രധാന വാർത്തയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ മാറിയേക്കുമെന്നുള്ളൊരു വാർത്ത തന്നെയാണ്. സുരേന്ദ്രൻ രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ലഭ്യമാകുന്നത്. വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന വാർത്ത സുരേന്ദ്രൻ രാജിവെക്കുന്നു എന്ന് തന്നെയാണ്. സുരേന്ദ്രൻ്റെ കാലാവധി, പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള കാലാവധി കഴിഞ്ഞതാണ്. കാലാവധിക്ക് ശേഷം ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയം കൂടി തുടരാനാണ് കേന്ദ്രം സുരേന്ദ്രനെ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിന് കാത്തു നിൽക്കാതെ രാജിക്ക് ഒരുങ്ങുന്നു. കേന്ദ്രം ആ രാജി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. സുരേന്ദ്രൻ രാജി വെക്കുകയാണ് എങ്കിൽ വി മുരളീധരൻ ബി.ജെ.പിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയും സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കം, കാരണം മികച്ച ഒരു സംഘാടകൻ കൂടിയാണ് വി മുരളീധരൻ. വി മുരളീധരൻ്റെ കാലത്താണ് ബി.ജെ.പി വളരെ ശക്തമായി തന്നെ സംഘടനാ സംവിധാനത്തിന് മുന്നിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് വി മുരളീധരൻ തന്നെ നിലവിലേക്ക് ആ സ്ഥാനം ഏറ്റെടുക്കും എന്നുള്ളൊരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ വി മുരളീധരന് പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വി മുരളീധരനാകും സുരേന്ദ്രൻ്റെ രാജി കേന്ദ്രം സ്വീകരിക്കുകയാണെങ്കിൽ വി മുരളീധരനെ ആ സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പ്രസിഡന്റ് വേണോ അതോ വി മുരളീധരൻ തന്നെ തുടരുമോ എന്നുള്ള കാര്യം പിന്നീടായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക. ഏതായാലും അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ സുരേന്ദ്രൻ രാജിവെക്കാനുള്ള സാധ്യത ആണ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത്. കാരണം ടെക്നിക്കലി പ്രസിഡന്റ് എന്നുള്ള കാലാവധി അദ്ദേഹം 6 വർഷവും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുക മാത്രമാണ്. ഏതായാലും ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂട്ടും എന്നാണ് ഈ സുരേന്ദ്രനുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, കാരണം ഓൾറെഡി ടെക്നിക്കൽ പരമായിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് എങ്കിൽ പോലും നിലവിൽ ഒരു കെയർടേക്കർ പോലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി കൊണ്ടുപോവുകയാണ് സുരേന്ദ്രൻ ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ രാജിയിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമെന്ന് കൂടി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഒരു സൂചനകൾ പുറത്തു വരുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. കാരണം രാജിയിലേക്കാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത് ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഏതായാലും സുരേന്ദ്രൻ മാറുന്നു, അവിടേക്ക് വി മുരളീധരൻ എത്തുന്നു. സംഘടനയെ വീണ്ടും ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തന്നെയാണ് വി മുരളീധരൻ. വി മുരളീധരൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ബി.ജെ.പി വലിയ അരുവിക്കരയിലടക്കം, ബി.ജെ.പിക്ക് വേരോട്ടമില്ലാത്ത മണ്ണിലടക്കം വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. നേമത്തടക്കം ഒരു MLA സൃഷ്ടിച്ചെടുക്കാൻ വി മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരനിലേക്ക് തന്നെ കേന്ദ്ര നേതൃത്വം ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ വാർത്തകളുടെയൊക്കെ ഒരു യഥാർത്ഥ ചിത്രം അധികം വൈകാതെ തെളിയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.